പ്രണയം ഇന്ന് നമുക്കതൊരു ആഘോഷമാണ്. പക്ഷേ 17 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രണയിക്കുക എന്നാൽ മരണത്തെ പുൽക്കുക എന്നായിരുന്നു അർത്ഥം. ഓരോ വാലന്റൈൻ കാർഡിന് പിന്നിലും ഒരു മനുഷ്യന്റെ നിലവിളിയുണ്ട്, ചോരയുടെ ഗന്ധമുണ്ട്. സ്നേഹത്തിനു വേണ്ടി ജീവൻ നൽകിയ ഒരു പുരോഹിതന്റെയും അയാളെ കൊലമരത്തിലേക്ക് നയിച്ച ഒരു ക്രൂരമായ ആചാരത്തിന്റെയും കഥയാണ് വാലന്റൈൻ ഡേ, ദി ഡാർക്ക് ഡേ. സെന്റ് വാലന്റൈൻ ആരായിരുന്നു? രക്തസാക്ഷിയായ ഒരു വിശുദ്ധൻ എങ്ങനെയാണ് വാലന്റൈൻസ് ദിനത്തിൽ പ്രചോദനമായത്? വാലന്റൈൻസ് ഡേ ശരിക്കും ഒരു രക്തസാക്ഷി ദിനമല്ലേ? പ്രണയിച്ചതിന്റെ പേരിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഒരു റോമൻ പുരോഹിതനായിരുന്നു സെന്റ് വാലന്റൈൻ. AD 270 ഫെബ്രുവരി 14 റോമിലെ ആ ഇരുണ്ട തടവറയിൽ നാളെ പുലരുമ്പോൾ താൻ വധിക്കപ്പെടുമെന്ന് ഉറപ്പായിട്ടും ആ മനുഷ്യന്റെ ഉള്ളിൽ ഭയമായിരുന്നില്ല. പകരം അവിടെ പൂത്തുനിന്നത് ലോകത്തിനു നൽകാനുള്ള സ്നേഹത്തിന്റെ അവസാന സന്ദേശമായിരുന്നു. റോമൻ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്ന ക്ലോഡിയസ് എന്ന ചക്രവർത്തിയുടെ ഭരണകാലത്ത് സെന്റ് വാലന്റൈൻ ഒരു റോമൻ പുരോഹിതനായി പ്രവർത്തിച്ചിരുന്നു. ചക്രവർത്തിയുടെ വിളിപ്പേര് ക്ലോഡിയസ് ദി ക്രൂയൽ. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ക്രിസ്ത്യാനികൾ അനുഭവിച്ച ചില പീഡനങ്ങൾ വിചിത്രമായിരുന്നു. മാത്രമല്ല, ചക്രവർത്തിയുടെ കീഴിൽ പല റോമക്കാർക്കും ചില പീഡനങ്ങൾ അനുഭവപ്പെട്ടു. ലുപ്പർക്കാലിയ എന്നത് പുരാതന റോമിൽ ഫെബ്രുവരി 13 മുതൽ 15 വരെ ആഘോഷിച്ചിരുന്ന വിചിത്രവും എന്നാൽ വളരെ ക്രൂരവുമായ ഒരു ആചാരമായിരുന്നു. ഇന്നത്തെ വാലന്റൈൻസ് ഡേയുടെ ഉത്ഭവം ഈ ഇരുണ്ട ആഘോഷത്തിൽ നിന്നാണെന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. സെന്റ് വാലന്റൈൻ വരുന്നതിനു മുൻപ് റോമൻ തെരുവുകളിൽ ഫെബ്രുവരി മാസം ഭയത്തിൻ്റെതായിരുന്നു. ലുപ്പർക്കാലിയ എന്ന ക്രൂരമായ ആചാരം നടക്കുന്ന കാലം. മൃഗബലി നടത്തി ആ ചോര പുരണ്ട ചാട്ടവാറുകൾ കൊണ്ട് സ്ത്രീകളെ അടിച്ചിരുന്ന വിചിത്രമായ ആഘോഷം. സ്നേഹത്തിന് സ്ഥാനമില്ലാത്ത മൃഗീയത വാണിരുന്ന ആ തെരുവുകളിലേക്കാണ് വാലന്റൈൻ എന്ന പ്രകാശം കടന്നു വരുന്നത്. ക്ലാഡിയസ് രണ്ടാമനാണ് വിശുദ്ധ വാലന്റൈൻ്റെ കഥയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചക്രവർത്തി. റോമിൽ സ്നേഹത്തിനു പകരം ചോരയും വേദനയും അധികാരം വാണിരുന്ന കാലം അതൊരു പ്രണയദിനമായിരുന്നില്ല. ലുപ്പർക്കൽ എന്നറിയപ്പെടുന്ന ഗുഹയിലാണ് ആഘോഷങ്ങളും ആചാരങ്ങളും തുടങ്ങുന്നത്. റോമിനെ സ്ഥാപിച്ച റോമുലസിനെയും റമസുനെയും ഒരു പെൺചെന്നായ മുലപ്പാൽ നൽകി വളർത്തിയത് ഈ ഗുഹയിലാണെന്നാണ് വിശ്വാസം. അവിടെ വെച്ച് ലുപ്പർസി എന്നറിയപ്പെടുന്ന പുരോഹിതന്മാർ ആടിനെയും നായയെയും ബലി കഴിക്കുന്നു. ബലി നൽകിയ മൃഗങ്ങളുടെ രക്തം പുരോഹിതന്മാരുടെ നെറ്റിയിൽ പുരട്ടുകയും പിന്നീട് പാലിൽ മുക്കിയ കമ്പിളി കൊണ്ട് അത് തുടച്ചു മാറ്റുകയും ചെയ്യും. ഈ സമയത്ത് പുരോഹിതന്മാർ ഉറക്കെ ചിരിക്കണം എന്നത് ഒരു നിർബന്ധിത ആചാരമായിരുന്നു. ബലി കൊടുത്ത മൃഗങ്ങളുടെ തോൽ മുറിച്ച് അവർ ചാട്ടവാറുകൾ നിർമ്മിക്കും. ഈ ചാട്ടവാറുകളുമായി പുരുഷന്മാർ റോമൻ തെരുവുകളിലൂടെ ഓടും. വഴിയിൽ കാണുന്ന സ്ത്രീകളെ അവർ ഈ ചാട്ടവാറ് കൊണ്ട് അടിക്കും. ഈ ചാട്ടവാർ അടി ഏറ്റാൽ സ്ത്രീകൾക്ക് സന്താന സൗഭാഗ്യം ലഭിക്കുമെന്നും പ്രസവവേദന കുറയുമെന്നും അക്കാലത്തെ റോമക്കാർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ സന്തോഷത്തോടെ അടി ഏൽക്കാൻ വരി നിൽക്കുമായിരുന്നു. ആഘോഷത്തിന്റെ അവസാനത്തിൽ യുവതികളുടെ പേര് എഴുതിയ കടലാസുകൾ ഒരു പാത്രത്തിൽ നിക്ഷേപിക്കും. യുവാക്കൾ അതിൽ നിന്ന് ഒരു പേര് തിരഞ്ഞെടുക്കും. അങ്ങനെ ലഭിക്കുന്ന പങ്കാളിയുമായി ആ ആഘോഷം തീരുന്നത് വരെ അവർ ഒന്നിച്ചു കഴിയണം. പലപ്പോഴും ഇത് വിവാഹത്തിലേക്ക് നയിക്കാറുണ്ടായിരുന്നു. റോമിൽ ക്ലോഡിയസ് ചക്രവർത്തിയുടെ റോമൻ സൈന്യം അത്ര ശക്തമല്ലാതായതിൻ്റെ കാരണം യുദ്ധങ്ങളിൽ പോരാടുന്നതിനു പകരം ഭർത്താക്കന്മാർ ഭാര്യമാരോടും കുടുംബങ്ങളോടും ഒപ്പം വീട്ടിൽ തന്നെ കഴിയാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണെന്ന് ക്ലോഡിയസ് വിശ്വസിച്ചു. ഇതിനെ ചെറുക്കുന്നതിനായി റോമിലെ പുരുഷ സൈനികരെ റോമൻ സൈന്യത്തിൽ തന്നെ തുടരാനും സ്വന്തം നാട്ടിൽ മറ്റൊരു പ്രധാന വ്യക്തിയെക്കുറിച്ച് ആശങ്കപ്പെടാതിരിക്കാനും പ്രേരിപ്പിക്കുന്നതിനായി ക്ലോഡിയസ് വിവാഹവും വിവാഹ നിശ്ചയവും നിയമവിരുദ്ധമാക്കി. ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിവാഹത്തിന്റെ വാക്താവായി വാലന്റൈൻ മാറി. നിരവധി ദമ്പതികളെ രഹസ്യ വിവാഹം കഴിപ്പിച്ചു. എന്നാൽ വാലന്റൈൻ രഹസ്യമായി പ്രണയിതാക്കളുടെ വിവാഹം നടത്തിക്കൊടുത്തു. ഇതറിഞ്ഞ ചക്രവർത്തി അദ്ദേഹത്തെ ബന്ദിയാക്കി ജയിലിൽ അടച്ചു. ജയിലിൽ വാലന്റൈനെ പാർപ്പിച്ചിരുന്നത് അസ്റ്റീരിയസ് എന്ന പേരുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിലായിരുന്നു. അസ്റ്റീരിയസിന് അന്ധയായ ഒരു മകൾ ഉണ്ടായിരുന്നു. വാലന്റൈൻ ഒരു വലിയ ജ്ഞാനിയാണെന്ന് മനസ്സിലാക്കിയ അസ്റ്റീരിയസ് തന്റെ മകളെ പഠിപ്പിക്കാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. തടവറയിലെ പരിമിതമായ സാഹചര്യത്തിലും അദ്ദേഹം പെൺകുട്ടിയെ പഠിപ്പിക്കുകയും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഐതിഹ്യങ്ങൾ പറയുന്നത് വാലന്റൈന്റെ പ്രാർത്ഥനയിലൂടെ ആ പെൺകുട്ടിക്ക് കാഴ്ച ലഭിച്ചു എന്നാണ്. ഇത് ജയിലിലെ കാവൽക്കാരെ പോലും അത്ഭുതപ്പെടുത്തി. ജയിലിൽ വെച്ച് വാലന്റൈനെ ചക്രവർത്തി നേരിട്ട് കാണാൻ ആഗ്രഹിച്ചു. ചക്രവർത്തിക്ക് അദ്ദേഹത്തോട് ബഹുമാനം തോന്നിയിരുന്നെങ്കിലും ക്രിസ്തുമതം ഉപേക്ഷിച്ച് റോമൻ ദേവന്മാരെ ആരാധിക്കാൻ നിർബന്ധിച്ചു. എന്നാൽ വാലന്റൈൻ തന്റെ വിശ്വാസത്തിൽ ഉറച്ചുനിന്നു. ഇത് ചക്രവർത്തിയെ ക്ഷുഭിതനാക്കി. അദ്ദേഹത്തിന് ക്രൂരമായ പീഡനങ്ങൾക്ക് ശേഷം AD 269 അല്ലെങ്കിൽ AD 270 ഫെബ്രുവരി 14 അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു. വധശിക്ഷ നടപ്പാക്കുന്നതിന് മുൻപ് കാഴ്ച ലഭിച്ച പെൺകുട്ടിക്ക് അദ്ദേഹം ഒരു കത്തെഴുതി. ആ കത്തിൻ്റെ അവസാനം അദ്ദേഹം ഒപ്പിട്ടത് ഇങ്ങനെ: ഫ്രം യുവർ വാലന്റൈൻ എന്നായിരുന്നു.
ഇതാണ് ഇന്നും പ്രണയിതാക്കൾ കത്തുകളിൽ ഉപയോഗിക്കുന്ന ആ വാചകത്തിന്റെ ഉത്ഭവം എന്ന് വിശ്വസിക്കപ്പെടുന്നു. താൻ കാഴ്ച തന്ന തന്നെ സ്നേഹത്തോടെ പരിചരിച്ച ജയിലറുടെ മകൾക്ക് അദ്ദേഹം എഴുതിയ കത്തിന്റെ ഓരോ വരിയിലും ഒരു രക്തസാക്ഷിയുടെ നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. അത് പ്രണയമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവം പ്രണയമാണെന്ന് വിളിച്ചു പറയുന്ന കത്ത്. ആ മനുഷ്യന്റെ ഉള്ളിൽ ഭയമായിരുന്നില്ല, മറിച്ച് താൻ തനിച്ചാക്കി പോകുന്ന ആ പെൺകുട്ടിയോടുള്ള കരുതൽ മാത്രമായിരുന്നു ആ കത്തിലെ പ്രണയം നിറഞ്ഞ വരികൾ. ഇങ്ങനെ ഒരു ചെറിയ കഷ്ണം കടലാസിൽ അദ്ദേഹം തന്റെ ഹൃദയം പകർത്തിവെച്ചു. ലോക ചരിത്രത്തിലെ ഏറ്റവും വേദനയേറിയ ആ ഉപ്പ് അവിടെ വീണു. നിന്റെ വലന്റയിൽ നിന്ന് പ്രിയപ്പെട്ടവളെ, ഈ ലോകം ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടതാണ്. അവർ നിരോധിച്ചതും അവർ ഭയപ്പെട്ടതും സ്നേഹത്തെയാണ്. കാരണം സ്നേഹമുള്ളവനെ കരുത്തുള്ളവനാകൂ. നിന്റെ കണ്ണുകളിൽ ഞാൻ കണ്ടത് ആത്മവിശ്വാസമാണ്. ഈ ലോകം വെളിച്ചം നിറയട്ടെ. ഞാൻ യാത്രയാകുന്നു. നിയമങ്ങൾ ലംഘിക്കപ്പെട്ടേക്കാം, സാമ്രാജ്യങ്ങൾ തകർന്നടിഞ്ഞേക്കാം, പക്ഷേ സ്നേഹം എന്നെന്നും നിലനിൽക്കും. നിനക്കായി ഞാൻ കരുതി വെച്ച ഈ സ്നേഹം ഇവിടെയുണ്ടാകും എന്ന് നിന്റെ വലന്റൈൻ എന്ന് എഴുതിക്കൊണ്ട് ആ കത്തിന്റെ അവസാനം അദ്ദേഹം ഒപ്പിട്ടു. ഫ്രം യുവർ വലന്റൈൻ. ക്ലോഡിയസ് രണ്ടാമൻ ചക്രവർത്തിയുടെ ഉത്തരവ് പ്രകാരം അദ്ദേഹത്തെ AD 270 ഫെബ്രുവരി 14 പുരാതന റോമിലെ ഫ്ലെമിനിയൻ വേ എന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹത്തെ അടിക്കുകയും കല്ലെറുകയും തുടർന്ന് തലവെട്ടി കൊലപ്പെടുത്തി വധശിക്ഷ വിധിക്കുകയും ചെയ്തത്. മഴുവിന്റെ ഒരൊറ്റ വെട്ടിൽ ആ പുരോഹിതന്റെ ശിരസ് കത്തിവീഴുമ്പോൾ ആ പെൺകുട്ടിയുടെ കാഴ്ചകളിൽ വെളിച്ചമല്ല, മറിച്ച് കണ്ണുനീരിന്റെ മൂടലായിരുന്നു പടർന്നത്. റോമിലെ ഫ്ലെമിനിയൻ വേയിൽ തന്നെ അദ്ദേഹത്തെ അടക്കം ചെയ്തു. പിൽക്കാലത്ത് അവിടെ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഒരു പള്ളി പണിതു. ബെസിലിക്ക ഓഫ് സെന്റ് വാലന്റൈൻ നിർമ്മിക്കപ്പെട്ടു. ഇന്ന് ആ പ്രദേശം റോമിലെ പോർട്ട് ഡെൽ പോപ്പോളോ എന്നറിയപ്പെടുന്ന കവാടത്തിനടുത്താണ്. വിശുദ്ധ വലന്റൈന്റെ തിരുശേഷിപ്പുകൾ പ്രധാനമായും റോമിലെ സാന്താ മാരിയ ഇൻ കോസ്മെഡിൽ എന്ന പള്ളിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പൂക്കൾ ചൂടിയ തലയോട്ടി. റോമിലെ ഈ പള്ളിയിൽ വിശുദ്ധ വലന്റൈന്റെ തലയോട്ടി ഒരു സ്ഫടികക്കൂടിനുള്ളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തലയോട്ടിക്ക് ചുറ്റും പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതും കാണാം. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ അയർലാൻഡിലെ സ്കോട്ട്ലൻഡ്, ഫ്രാൻസ് എന്നിവിടങ്ങളിലും വിവിധ പള്ളികളിലായി വിഭജിക്കപ്പെട്ട് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വലന്റൈൻസ് ദിനത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രണയിതാക്കൾ ഈ പള്ളികളിൽ സന്ദർശനം നടത്താറുണ്ട്. ഇതുകൂടാതെ അദ്ദേഹത്തിന്റെ രക്തം അടങ്ങിയ ഒരു ചെറിയ പാത്രം ഡബ്ലിനിലെ പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. വർഷങ്ങൾ കടന്നുപോയി. റോമൻ സാമ്രാജ്യം തകർന്നു വീണു. രാജാക്കന്മാർ മണ്ണടിഞ്ഞു. പക്ഷേ വലന്റൈൻ ഇന്നും ജീവിക്കുന്നു. ഓരോ പ്രണയിതാവിന്റെയും വാക്കുകളിൽ, അവർ കൈമാറുന്ന ചുവന്ന പൂക്കളിൽ, അവരുടെ സ്വകാര്യമായ കത്തുകളിൽ അദ്ദേഹം ഒപ്പുവെക്കുന്നു. ഓർക്കുക, സ്നേഹം എന്നത് വെറും ഒരു വാക്കല്ല, അത് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി നൽകിയ ജീവനാണ്. നിങ്ങൾ ഇന്ന് പ്രണയിക്കുമ്പോൾ ആ പഴയ തടവറയിലെ കരിനിഴലിൽ തന്റെ പ്രാണൻ നൽകിയ ആ പുരോഹിതനെ മറക്കരുത്. പകരം അവിടെ പൂത്തു നിന്നത് ലോകത്തിന് നൽകാനുള്ള പ്രണയത്തിന്റെ, സ്നേഹത്തിന്റെ അവസാന സന്ദേശമായിരുന്നു. ഒരു രക്തസാക്ഷിയുടെ നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. അത് പ്രണയമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവം പ്രണയമാണെന്ന് വിളിച്ചു പറയുന്ന ഈ കത്ത്, അദ്ദേഹം കുറിച്ച ഈ അവസാന വാക്കുകൾ മരിച്ചില്ല. നൂറ്റാണ്ടുകൾക്കിപ്പുറവും ലോകം ആ വാക്കുകൾ ഏറ്റുചൊല്ലുന്നു. നിന്റെ വലന്റൈൻ എന്നത് വെറുമൊരു ഒപ്പല്ല, അതൊരു രക്തസാക്ഷിയുടെ ഔസത്താണ്. നിങ്ങൾ ഒരാൾക്ക് വലന്റൈൻ കാർഡ് നൽകുമ്പോൾ ഓർക്കുക, അതിനു പിന്നിൽ മരണത്തെ തോൽപ്പിച്ച ഒരു പുണ്യവാളന്റെ ചോരയുണ്ട്. സ്നേഹിക്കാൻ ധൈര്യം കാട്ടിയ ഒരു മനുഷ്യന്റെ ചരിത്രമുണ്ട്. വിശുദ്ധ വലന്റൈൻ നമ്മെ പഠിപ്പിച്ചത് സ്നേഹത്തിന് വേണ്ടിയുള്ള ധീരതയാണ്. അടിച്ചമർത്തലുകൾക്കും നിയമങ്ങൾക്കും മുകളിൽ പ്രണയത്തിന് അദ്ദേഹം സ്ഥാനം നൽകി. ഇന്നത്തെ വലന്റൈൻ ദിനത്തിൽ നമ്മുടെ പ്രണയവും കേവലം ആഘോഷങ്ങളിൽ ഒതുങ്ങാതെ പരസ്പരമുള്ള ബഹുമാനത്തിലും വിശ്വസ്തതയിലും കരുതലിലും വളരട്ടെ. വലന്റൈൻ കാട്ടിയ ആ ആത്മാനുരാഗം നമ്മുടെ ബന്ധങ്ങളിലും എന്നും നിലനിൽക്കട്ടെ. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇതിഹാസങ്ങളും കെട്ടുകഥകളും ഇവിടെ അവസാനിക്കുന്നില്ല. ഹാപ്പി വാലന്റൈൻസ് ഡേ, ദി ഡാർക്ക് ഡേ.